ഇന്ന് ഈവനിങ് ഞാനും മമ്മിയും റിച്ചും കൂടെ ബീച്ചിലോട്ട് ഇറങ്ങി. അപ്പോൾ അതേ റിച്ചു ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ്. റിച്ചുവിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ ബസ് വന്നു, കയറി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, സീറ്റ് കിട്ടിയില്ല. മെഡിക്കൽ കോളേജ് എത്തിയപ്പോഴേക്ക് ഞങ്ങൾ സീറ്റ് കിട്ടി കേട്ടോ. അങ്ങനെ ഞാനും മമ്മിയും ഓരോ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്ന ടൈമിലാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എത്തിയത്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലൊക്കെ കണ്ട് അതിനിടയ്ക്ക് ഒരു KSRTC ഒക്കെ പോയി അതിൻ്റെ ഉള്ളിലത്തെ ആൾക്കാരൊക്കെ എത്തി നോക്കി. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്ന ടൈമിൽ പുതിയ സ്റ്റാൻഡ് എത്തി. അപ്പോൾ ഞങ്ങളെ സ്റ്റോപ്പ് ഇതാണ്, ഞങ്ങളിവിടെ ഇറങ്ങണം. അങ്ങനെ ഇറങ്ങാൻ വേണ്ടി ഞാൻ എണീറ്റതും ബസ് നിർത്തി. അങ്ങനെ ഇറങ്ങാൻ വേണ്ടി നോക്കി, പക്ഷേ ബസ് നിർത്തിയത് ഇറങ്ങാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഫ്രണ്ടിലുള്ള ബസ്സിന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ നിരാശയോടെ ഞാൻ വീണ്ടും ആ സീറ്റിൽ തന്നെ ഇരുന്നു. ബസ് വീണ്ടും ചുറ്റൽ തുടങ്ങി. അങ്ങനെ ചുറ്റി അവസാനം ഞങ്ങൾ ഇറങ്ങി, ഒരു ഓട്ടോറിക്ഷയിൽ കയറി. ഏട്ടാ വേഗം വണ്ടി ബീച്ചിലോട്ട് വിട്ടോന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. ഏട്ടൻ അപ്പം തന്നെ വണ്ടി എടുത്തു, ഒറ്റ വിടലായിരുന്നു. അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്ക് ഞങ്ങൾ SM സ്ട്രീറ്റിലെത്തി. പക്ഷെ അവിടെ നല്ല ട്രാഫിക്കായിരുന്നു. ഞാൻ വെറുതെ ഒന്ന് SM സ്ട്രീറ്റിൻ്റെ ഉള്ളിലോട്ട് തലയിട്ട് നോക്കിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഫുൾ തേനീച്ച കൂട്ടം പോലെ ഒരുപാട് ആൾക്കാരും ഒരുപാട് വണ്ടികളും, നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ബീച്ചെത്തി. അങ്ങനെ ചടിത്തുള്ളി ഞാനിങ്ങനെ ഇറങ്ങി നേരെ ബീച്ചിൻ്റെ ഉള്ളിലോട്ട് കയറി. ആ കുയിൽ വീഴാൻ എൻ്റെ ഭാഗ്യം, കാരണം അവിടെ എന്തോ പണി നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു ഏട്ടനെ കണ്ടു. ഈ ഏട്ടന് മീൻസ് ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ട ഒരാൾ കണ്ടപ്പോൾ എനിക്ക് ഹണി ബണ്ണിയിൽ ചേട്ടനായിട്ട് ഓർമ്മ വന്നു. സോറി ചേട്ടനല്ല, പൂച്ചയെ. അങ്ങനെ വെച്ച് ഫോട്ടോ എടുത്തു. ഞങ്ങൾ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഓൻ ഐസ്ക്രീമൊക്കെ മേടിച്ചു. ഞങ്ങളുടെ പാനിപ്പൂരിയും കിട്ടി. പാനിപ്പൂരി വാങ്ങിയതേ ഓർമ്മയുള്ളൂ. അപ്പം തന്നെ പ്ലേറ്റ് കാലിയായി. അങ്ങനെ റിച്ചും അതാ അവിടെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അടിപൊളി സൺസെറ്റൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ആ തീരത്തിരുന്നു. ഒരുപാട് തിര വരാൻ വേണ്ടി ഞാൻ ക്യാമറ ഒരുപാട് നിലത്ത് വെച്ചു. പക്ഷേ ഒരുപാട് പ്രാവശ്യം തിര എന്നെ വരാണ്ട് പറ്റിച്ചു ഗൈസ്. ഞാൻ ഒരുപാട് നനഞ്ഞെങ്കിലും ഫൈനലി ഞാൻ ആ വീഡിയോ എടുക്കാണ്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോകണം. അങ്ങനെ അടിപൊളി സൺസെറ്റാണ് ഇവിടെ. റിച്ചു ഇപ്പം കിട്ടും എന്ന് പറഞ്ഞ് തിരമാലയായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഒരു ബോട്ടിങ് കണ്ട്. ആ ബോട്ടിങ്ങിലുള്ള ആൾക്കാർ ജീവനോട് തിരിച്ചു വരുമോ എന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. അമ്മാതിരി പോക്കായിരുന്നു പോകുന്നത്, കാരണം തിരിഞ്ഞ് മറിഞ്ഞ് ഒക്കെ ആണിതാ. അതോ ഞാൻ വിചാരിച്ചു ആ ബോട്ട് മറഞ്ഞെന്ന്, പക്ഷെ മറിഞ്ഞില്ല. അതവരുടെ ഭാഗ്യം. അങ്ങനെ അടുത്ത ബോട്ട് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. കുറേ ഇങ്ങനെ ഉന്തി തള്ളി വിട്ടിട്ടുണ്ട്, കുറേ ആൾക്കാർ അവിടുന്ന് തള്ളി വിട്ടതാണ്. അപ്പോഴേക്കും നേരത്തെ പോയ ബോട്ട് തിരിച്ചു വന്നു. അങ്ങനെ രണ്ടുപേരും മീറ്റ് ചെയ്ത് ഇങ്ങനെ തിരിച്ച് ഒരാൾ അങ്ങോട്ടും പോയി, ഒരാൾ ഇങ്ങോട്ടും പോയി. അങ്ങനെ നേരെ ഞങ്ങൾ ബീച്ചിന് മുന്നോട്ട് കാണുന്ന ഒരു, ഇവിടെ എന്താ പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഒരു പാർക്കൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അങ്ങനെ ഇവിടുന്ന് സൺസെറ്റൊക്കെ എടുത്തു. അത്യാവശ്യം നല്ല ലേറ്റായി. പിന്നെ ഈ ഉപ്പിട്ട പേരൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോഴേക്കും നൈറ്റായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫുള്ള് ഇവിടെ ഇരുട്ടായ ടൈമിൽ എടുക്കാൻ തോന്നിയിട്ട് ഞാൻ വെറുതെ ഒന്ന് എടുത്തതാണ്. പക്ഷേ ഫുള്ള് ക്യാമറ കോളാക്കി തന്നിട്ടുണ്ട്. അങ്ങനെ ഇത് റിച്ച് എന്തോ ഒരു ടോയ് മേടിച്ചതാണ്, പക്ഷേ അതും കൊളായി. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു തട്ടുകടയിൽ കയറി. ബീച്ചിൽ തന്നെ കേട്ടോ, ഒരു സൈഡിലാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ കല്ലുമ്മക്കായും പിന്നെ കാടമുട്ടയും കഴിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം ബീച്ചിന് പുറത്തിറങ്ങി. നല്ല ലേറ്റായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബീച്ചിനോട് വിട പറഞ്ഞു. അപ്പോഴേക്കും ഞങ്ങൾക്ക് വേഗം ബസ് കിട്ടി. ഞങ്ങൾ ഓടി ബസ് കയറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നലെ വീഡിയോ. ബൈ.